ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് എനിക്ക് തീരെ വയ്യ, എനിക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ റൈസ് ഡിസ്പെൻസറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാലക്കാടൻ മട്ട റൈസ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ പണികൾ ആരംഭിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ക്യാരറ്റിൻ്റെ ഉപ്പേരിയും ഒരു സിമ്പിളായിട്ടുള്ള മോരുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്സിൽ കൂടുതൽ എന്തായാലും എടുക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉള്ളി ചെറുതായിട്ട് ആദ്യം നന്നായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഭയങ്കര ടൈനി ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ക്യാരറ്റ് എടുത്തു. ക്യാരറ്റ് ഒരു 3-4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ നല്ല ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മോര് കാച്ചുക. ഇതാണ് എൻ്റെ സിമ്പിൾ ലഞ്ച് മെനു. അപ്പോൾ സാധാരണ നമ്മൾ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ചില സ്ഥലത്ത് ഞാൻ പോകുമ്പം നമ്മൾ മലയാളികൾ മാത്രമേ ഉപ്പേരിയിൽ എല്ലാത്തിലും തേങ്ങ യൂസ് ചെയ്യാറുള്ളൂ. ബട്ട് അതായത് ആന്ധ്ര, പിന്നെ കർണാടക, തമിഴ്നാട്, അവിടെയെല്ലാം തേങ്ങ കമ്മിയാണ് കേട്ടോ. അപ്പം ഞാനും ഇന്ന് തേങ്ങയൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ തേങ്ങ കഴിക്കുമ്പം അതത്ര നല്ലതല്ല ശരീരത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ തേങ്ങ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഭയങ്കര ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികവും കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടുകിട്ടു, പിന്നെ നമ്മുടെ കടലപ്പരിപ്പിട്ടു. എന്നിട്ടത് നല്ലോണം ഫ്രൈ ആയി വന്ന സമയത്ത് ഉള്ളി, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഓണിയൻസിൻ്റെ കളറെല്ലാം മാറി വരണം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല അല്ലേ. ചില ദിവസം ഭയങ്കര ടയേർഡായിരിക്കും, ഒന്നും കഴിക്കണ്ടെന്ന് തോന്നും, നമ്മൾ മാത്രമായിരിക്കും വീട്ടിൽ. അപ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലിംഗ് തോന്നും, ഒന്നും കഴിക്കണമെന്നും തോന്നുന്നില്ല, അങ്ങനെ ഒരു ഫീലിംഗ്, ഒന്നും ഉണ്ടാക്കാനും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ മെനു കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ക്യാരറ്റ് ഇട്ടു, ചെറുതായി ചോപ്പ് ചെയ്ത ക്യാരറ്റാണ്. അപ്പോൾ വെറുതെ അത് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ഞാനിവിടെ ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിൽ തന്നെ വെള്ളം നമ്മൾ മൂടി വെക്കുമ്പോൾ വരും. എന്നിട്ട് അത് ഞാൻ പിന്നെ അത് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്, അല്ലാതെ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോര് കാച്ചാൻ വേണ്ടിയിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോര് കാച്ചിയതാണ്. ഇതിലും ഞാൻ അഗെയിൻ തേങ്ങ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഇട്ട് നല്ലോണം ഒരു ക്രീമി ടെക്സ്ചർ ആക്കാൻ പോവുകയാണ്. അതായത് നല്ലോണം അടിച്ചിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ്. അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ, അധികമൊന്നും വേണ്ട. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യുക, നന്നായിട്ട് അതിൽ പിടിച്ച് വരണം. ഇനി നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്യാം. എനിക്കെന്തോ ഉലുവയാണ് ഇങ്ങനെ പച്ചടി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മോരുകറി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് ഞാൻ എന്തായാലും ആഡ് ചെയ്യും, സ്കിപ്പ് ചെയ്യാറേ ഇല്ല. പിന്നെ അടുത്തത് കടുക്, പിന്നെ നമ്മുടെ ഉണക്കമുളക്, ഏത് മുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാരണ ഉണക്കമുളകാണ് എടുത്തത്. എനിക്ക് അധികം എരിവ് ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല മിക്സായി വരുമ്പം വേണമെങ്കിൽ നമുക്ക് കരിവേപ്പില ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വയ്യാത്തതിനെ കൊണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ താളിപ്പ് നമുക്ക് ഈ മോരിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ 15 മിനിറ്റ്സിലെ ഫുൾ ലഞ്ച് റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരുപാട് നോൺ വെജ് ഞാൻ 2-3 ദിവസമായി കഴിച്ചിരുന്നു. അപ്പോൾ ഈ മെനു ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താ പറയുക, നമുക്ക് നല്ലൊരു സാറ്റിസ്ഫൈങ് മീലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൈസ് ഡിസ്പെൻസർ. ഇത് ഞാൻ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ ഒരു കപ്പും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 5 kg കൊള്ളുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റൈസ് ഡിസ്പെൻസർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ബൈ.